Hello. Welcome to day 4. ഹലോ, അപ്പോൾ എല്ലാവരും നല്ല സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ ഡേ 4 പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഗദൗരി, കസ്ബേഗി എന്ന് പറഞ്ഞ 2 പ്ലേസസിലേക്ക് പോകാമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ ഹോട്ടൽ ഇപ്പോൾ രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്യാണ്. സമയം 10 മണിയായി. ഇന്ന് ഈ 2 പ്ലേസസിലേക്ക് പോകാനായിട്ട് ഡ്രൈവറെ നമ്മളന്ന് എയർപോർട്ടിൽ നിന്ന് ഇവിടെ ഹോട്ടലിൽ വരെ ഫസ്റ്റ് ഡേ ഡ്രോപ്പ് ചെയ്ത ഡ്രൈവറില്ല, ആൾ നമ്പർ തന്നായിരുന്നല്ലോ. സോ ആള് വാട്സാപ്പ് മെസ്സേജ് ചെയ്തപ്പോൾ നല്ല റീസണബിൾ റേറ്റാണ് തന്നത്. അപ്പോൾ ആ ഡ്രൈവറാണ് ഇന്ന് വരാൻ പോകുന്നത്. സോ ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യാണ്. ഇനിയിപ്പോൾ ഈ 2 പ്ലേസിലേക്ക്. ഇന്നത്തെ സ്റ്റേ കസ്ബേഗി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നൈറ്റിൽ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ആക്ച്വലി ഡേ 4 ആൻഡ് ഡേ 5 2 ഡേയ്സിൻ്റെയും വീഡിയോ ആണ് ഞാനിപ്പം ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഗദൗരി കസ്ബേഗിയാണ് പോകുന്നത്. കസ്ബേഗിയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഗദൗരി എന്ന് പറയുന്നത് കസ്ബേഗിയിലേക്ക് പോകുന്ന റൂട്ടിലുള്ള ഒരു പ്ലേസ് ആണ്. സോ ഈ ഒരു റൂട്ടിൽ കുറച്ച് സ്റ്റോപ്സ് ഒക്കെ കാണും, കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ടോട്ടൽ ഒരു ഓൾമോസ്റ്റ് 3 hours തന്നെയാണ് കംപ്ലീറ്റ്ലി വരിക. സ്റ്റോപ്പ് ചെയ്ത് പോകുമ്പോൾ കുറച്ച് ടൈം കിട്ടും. ഇതൊരു വ്യൂ സ്പോട്ടിലാണ്, അവിടെ സ്റ്റോപ്പ് ചെയ്തത്. ചെറിയൊരു മാർക്കറ്റ് സെറ്റപ്പ് ഉണ്ട്. സ്പോട്ടിലെത്തി. ഇതാണ് അനാനുരി ഫോർട്രസ്. ഇതൊരു 66 കിലോമീറ്ററോളം വരും ടിബ്ലീസിൽ നിന്ന്. പിന്നെ സെഞ്ച്വറീസ് ഓൾഡ് ആണ്. ആ സൈഡിൽ കാണുന്ന റിവറാണ് അറാഗ്വി റിവർ. സോ ഉള്ളിൽ ചേർച്ച് തന്നെയാണ്. ഞാൻ ചേർച്ചിൻ്റെ ഉള്ളിലെ വീഡിയോ എടുത്തില്ല. ഇത് ബാക്ക് സൈഡിലുള്ള വ്യൂ ആണ്. ഡ്രൈവർ പറഞ്ഞ പ്രകാരം ഈ ടോപ്പിലാണ് കസ്ബേഗി, അവിടെയാണ് എത്തേണ്ടത്. നല്ല തണുപ്പാണെന്നാണ് പറഞ്ഞത്. സ്പോട്ട് നമ്പർ 3 എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച അറാഗ്വി റിവർ. ഇതിൻ്റെ പ്രത്യേകത ഒരു സൈഡ് വൈറ്റും ഒരു സൈഡ് ബ്ലാക്കും ആണ്. രണ്ടും 2 പ്ലേസിൽ നിന്ന് വന്നിട്ട് ഇവിടെ മേർജ് ആവുകയാണ്. ബട്ട് രണ്ടും 2 കളറായിട്ട് തന്നെയാണ് പോവുക. അത് മിക്സ് ആവില്ല ഒരിക്കലും. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. സോ വൈറ്റ് അറാഗ്വി ആൻഡ് ബ്ലാക്ക് അറാഗ്വി എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ വൈറ്റും ബ്ലാക്കും ആയിട്ട് തന്നെ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടേയിരിക്കും. ഇതിൽ വൈറ്റ് അറാഗ്വി കസ്ബേഗി എന്ന് വരുന്നതാണ്. അവിടുത്തെ സ്നോ മെൽറ്റ് ചെയ്ത് വരുന്നതാണ്. അതാണ് ഇത്ര ക്ലിയർ വാട്ടർ. ഇപ്പം നമ്മൾ ഗദൗരിയിലെത്തി. ഇവിടെ ഇപ്പം 12 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ തണുപ്പ് ഇനിയും കൂടുന്നതായിരിക്കും. സോ ഇവിടെ ആണ് ഞാൻ ഈ ഗദൗരിയിലാണ് ഞാൻ പാരാഗ്ലൈഡിങ് ചെയ്തത്. ഞാൻ എൻ്റെ പാരാഗ്ലൈഡിങ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ടു വാച്ച്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഈ ഗദൗരി കസ്ബേഗി എന്ന് പറയുന്ന പ്ലേസസിലാണ് വിൻ്റർ ടൈമിൽ സ്നോഫോൾ ഉണ്ടാവുന്നത്. സോ നമ്മുടെ ജോർജിയ വിൻ്റർ ഫോട്ടോസൊക്കെ കാണുമ്പം സ്കീ ഒക്കെ ചെയ്യുന്നതൊക്കെ ഈ ഏരിയയിലാണ്. ഇവിടെ കംപ്ലീറ്റ്ലി സ്കീ റിസോർട്ട്സ് തന്നെയാണ് ഗദൗരിയിൽ ഫുൾ ഉള്ളത്.
സോ ഗദൗരി കഴിഞ്ഞു, കസ്ബേഗിയിലെത്തി. ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ്. ഇവിടെ ഒരു കോട്ടേജ് ആണ് ബുക്ക് ചെയ്തത്. ഇവിടെ ഹോട്ടൽസും കോട്ടേജസും എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങൾ പ്രിഫർ ചെയ്തത് കോട്ടേജ് ആയിരുന്നു. ഒരു മൗണ്ടെയിൻ വ്യൂ കിട്ടുന്ന ഒരു കോട്ടേജ് ആണ് സെലക്ട് ചെയ്തത്. ഇത് എൻ്റെ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ കംപ്ലീറ്റ്ലി മൗണ്ടെയിനിലേക്ക് വ്യൂ ഉള്ള ഒരു കോട്ടേജ്. ഞാൻ ഒരു മൗണ്ടെയിൻ ലവറാണ്. എനിക്ക് എത്ര കണ്ടാലും മതിയാവത്താണ് മൗണ്ടെയിൻസ്. സോ നമുക്ക് കോട്ടേജിൻ്റെ ഉള്ളിലേക്ക് കയറാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. മുകളിലും ഉണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഒരു കംപ്ലീറ്റ് ഫാമിലി, ഒരു 4 പേരും ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു കോട്ടേജ് ആണ്. ചെറിയൊരു കിച്ചൺ കൂടി ഉണ്ട്. കിച്ചൺ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് എക്യുപ്മെന്റ്സ് വരെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഒരു വാഷ്റൂം. ഇതാണ് മെയിൻ ഹൈലൈറ്റ്. അങ്ങനെ ഞാൻ റൂം ടൂറൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. റെയിൻബോ. ഇത് ഇത്രയും ക്ലോസ് ആയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കണ്ടത്. ഞങ്ങളെ കോട്ടേജിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു ഇത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കസ്ബേഗിയിൽ വരുമ്പോൾ ഒരു ദിവസം ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യണം. മാജിക്കൽ എക്സ്പീരിയൻസ് ആണ്. റൂമിൽ ലഗേജ് ഒക്കെ വെച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയാണ്. ഞങ്ങളുടെ കോട്ടേജിന്റെ ബാക്ക് സൈഡ് വ്യൂ ആണിത്. ഇത് ഞങ്ങളുടെ കോട്ടേജ് ഓണേഴ്സിൻ്റെ ഹാബിറ്റ്സ് ആണ്. സോ ഇതിൻ്റെ പേര് ഹീറോ കോട്ടേജസ് എന്നാണ്. പിന്നെ ഇവിടെ ഫുഡില്ല, കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഫുഡ് സെർവ് ചെയ്യുന്നില്ല. ജസ്റ്റ് റൂം മാത്രമാണ്. പിന്നെ കമ്പാരിറ്റീവ്ലി കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബട്ട് ഈ ഒരു ആ റൂമും പിന്നെ ഈ ഒരു വ്യൂ ആണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി റേറ്റ് കൂടാനുള്ള റീസൺ. ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. സോ ഞങ്ങൾ കസ്ബേഗി സിറ്റിയിലൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കറങ്ങി ഇൻസ്റ്റന്റ് നൂഡിൽസ് ഒക്കെ വാങ്ങി വന്നു നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം എത്ര തണുപ്പുണ്ട്, എത്ര ഡിഗ്രി ആയിരിക്കും? എനിക്ക് തോന്നുന്നു 5 or 6 അങ്ങനെ ആയിരിക്കും. നൈറ്റ് ആകുമ്പോൾ 5 അല്ലേ? അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ട്. വി ആർ ബാക്ക് ഹോം. അതിന് ഞാൻ നോൺ വെജ് കഴിക്കൂലല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ 6. ആ വ്യൂ നോക്കിയ സൺറൈസ് ആയിട്ടേ ഉള്ളൂ. ആ കാണുന്നതാണ് മൗണ്ട് കസ്ബേഗി. അപ്പം നമ്മൾ ഹൈക്കിംഗ് ഡേ സ്റ്റാർട്ടായി കഴിഞ്ഞു. നല്ല തണുപ്പ്. എവിടെയൊക്കെ ഹൈക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കാണുന്ന ചോദിച്ചിട്ടുണ്ടല്ലോ, അവിടത്തേക്കാണ് ഹൈക്ക് ചെയ്ത് പോകാൻ പോകുന്നത്. മൊത്തത്തിൽ ഒരു 2 hours തന്നെ 1 way എടുക്കുന്ന തോന്നുന്നത്. ലെറ്റ്സ് വാച്ച്.
ഇപ്പോൾ ഹൈക്ക് ചെയ്ത് പോകുന്ന ഡെസ്റ്റിനേഷൻ ആ ചേർച്ച് പറഞ്ഞിട്ടില്ലേ, ചേർച്ചിന്റെ പേര് ഗ്രെഗറ്റി ട്രിനിറ്റി ചേർച്ചാണ്. അവിടെ ബൈ റോഡും പോകാം. ഞങ്ങൾ നടന്നു പോകുന്ന ടൈമിൽ ടാക്സി ഡ്രൈവേഴ്സ് ഒക്കെ ചോദിച്ചായിരുന്നു, ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഹൈക്കിങ്ങിനായിട്ടാണ് ഈ ഒരു ഡേ 6 മാറ്റി വെച്ചത്. പിന്നെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടിയാണ്. അയ്യോ ഇതൊക്കെ ഫ്ലവർ ഒക്കെ കിച്ചു, പക്ഷെ പേരറിയില്ല. ഇത് ഷൂട്ട് ചെയ്തുകൊണ്ട് കയറുന്ന എന്നെ സമ്മതിക്കണ്ടേ? ഗിംബലിന്റെ വെയിറ്റ്, ഫോണിന്റെ വെയിറ്റ്, ബാഗിനേക്കാളും ബാഗ് ബാക്കിൽ ഇട്ടാൽ മതി. ഇതെന്റെ കയ്യിൽ തന്നെ പിടിച്ചോണ്ടിരിക്കണം. ദേ നമ്മളെത്താൻ പോവുകയാണ്. എങ്ങോട്ട് ഓടിപ്പോയി? ചേർച്ചിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഒരു മൗണ്ടെയിൻ കൂടി കയറാൻ കാണുന്നത്. അപ്പം മൗണ്ട് കസ്ബേഗി കാണുന്നുണ്ടല്ലോ, മൗണ്ട് കസ്ബേഗിൻ്റെ അടുത്തേക്ക് പോവാമെന്ന് വിചാരിച്ചിട്ട് ഈ കാണുന്ന 2 മൗണ്ടെയിൻ കൂടി കയറി. അങ്ങനെ ഞങ്ങൾ ഫൈനലി എത്തി. കാണുന്നതാണ് ചോദിച്ചത്, ഞാൻ നേരത്തെ കോട്ടേഴ്സ് കാണിച്ചത്. ഇവിടെ റോഡ് വഴിയും വരാം, അതാണ് പാർക്കിംഗ്. പക്ഷെ റോഡ് വഴി വരുമ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് മിസ്സാവും. താഴ്ന്ന് പ്ലാൻ ചെയ്ത് ആ ഡെസ്റ്റിനേഷൻ എത്തി. ഇവിടെ ഒരു 1/2 hour സ്പെൻഡ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമുക്ക് എത്ര ആൾക്കാരാ കയറുന്നത്? ഇതൊക്കെ ഗ്ലേഷ്യർ ട്രെക്കിങ്ങിന് പോകുന്ന ആൾക്കാരാണ്. എല്ലാ എക്യുപ്മെന്റ്സും. ഞങ്ങൾ തിരിച്ചു പോവാണ്. ബട്ട് വന്ന വഴി തിരിച്ചു പോവാൻ പറ്റില്ല, കാരണം അത് കുറച്ച് ഡേഞ്ചറസ് ആയിരിക്കും. മുകളിലേക്ക് കയറുന്ന പോലെ അല്ലല്ലോ. അത് കാരണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് താഴെ എത്തിയപ്പോൾ ജസ്റ്റ് താഴെ ഇറങ്ങാനായിട്ടൊരു വേ കണ്ടു. ഇത് സ്റ്റെപ്പ് ആയതുകൊണ്ട് പ്രശ്നമില്ല. വേഗം വരൂ. എത്രയായി തോന്നുന്നു. കസ്ബേഗി ടൗൺ കാണാം. സോ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 8 AM ഇറങ്ങിയതാണ്. ഇപ്പം തിരിച്ചെത്തിയത് ഒരു 1 PM ആയിട്ടാണ്. അപ്പോൾ 5 hours ആണ് ടോട്ടൽ ഹൈക്ക് ചെയ്തത്, റൂം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇനിയിപ്പം നേരെ പോയി ചെക്ക് ഔട്ട് ടൈമായി. ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്ത് തിരിച്ച് ടിബ്ലീസിലേക്ക് പോകും. അപ്പോൾ ഗൈസ് ഞങ്ങൾ തിരിച്ച് ടിബ്ലീസിലെത്തി. കസ്ബേഗിന്ന് കാറിലായിരുന്നു വന്നത്. സ്ട്രെയിറ്റ് ആയിരുന്നു, കാരണം അങ്ങോട്ടേക്ക് പോകുമ്പം പല ഏരിയാസും കവർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സോ ഇവിടെ ഡയറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഹോട്ടൽ റോയൽ ഇൻ ആണ്. ഇത് വേറെ ഹോട്ടലാണ്. ഇന്നും നാളെയും ഇതേ സെയിം ഹോട്ടൽ തന്നെയാണ്. ഇനിയിപ്പം ടിബ്ലീസിൻ്റെ പുറമെ എവിടെയും പോകാനില്ല. ഇനി നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ടിബ്ലീസി ടൂറാണ്. സോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം ടൂർ. ഇതും സിറ്റിയുടെ സെൻറ്ററിൽ തന്നെയാണ്. ഞങ്ങളെല്ലാം സിറ്റി സെൻറ്റേഴ്സിൽ തന്നെയാണ് ഹോട്ടൽസ് ബുക്ക് ചെയ്തത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും കുറച്ചും കൂടി ഈസി ആയിരുന്നു.
So hope you guys enjoyed the video day 4 and day 5. So എപ്പം പറയാനുള്ള പോലെ തന്നെ please do like, share and subscribe.